നമസ്കാരം വർഗീസേട്ടാ. നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് ഗുരുവന്ദനം ചെയ്യാം. അടുത്തത് പ്രാണധ്യാനം. അടുത്തത് നാഡീശുദ്ധി പ്രാണായാമം. വരൂ, നമുക്ക് നമ്മുടെ അകത്തുള്ള ലോകത്തേക്ക്, നമ്മുടെ ആന്തരാകാശത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. നമ്മിലെ നന്മ തിന്മകളെ ഒന്ന് ഓർത്തു നോക്കാം. പതിയെ പതിയെ നമ്മുടെ രൂപമൊന്നോർക്കാം. അതിനകത്തെ ജീവനെയും ഒന്നോർക്കാം. ആ ജീവന്റെ പ്രതിഫലനമാകുന്ന നമ്മുടെ വ്യക്തിത്വത്തെയും ഒന്ന് ഓർത്തു നോക്കാം.
ഇനി പതിയെ നമ്മുടെ അമ്മയച്ഛന്മാരെ, ഗുരുക്കന്മാരെ, സഹോദരങ്ങളെ, ഇണയെ, മക്കളെ, സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, ശിഷ്യരെ ഓരോരുത്തരെയായി ഓർക്കുക. ഇന്നത്തെ ദിനം വരെ നാം അവർക്കായി നൽകിയ സന്തോഷങ്ങളെത്ര, ദുഃഖങ്ങളെത്ര, അവരോട് തോന്നിയ കാരുണ്യമെത്ര, നമ്മിലെ നന്മയും തിന്മയും ഇനി ഒരിക്കലും അവരെ ആരെയും നോവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അതുപോലെ അവരോരോരുത്തരുടെയും നന്മകളും തിന്മകളും അവരുടെ തന്നെ ഭാഗമാണെന്ന് കണ്ടറിയാനും അവയ്ക്കതീതമായി അവരെ സ്നേഹിക്കാനും കഴിയണമെന്ന് നമുക്കാശിക്കാം. പതിയെ നമ്മുടെ അയൽപക്കക്കാരെ, പരിചയക്കാരെ, ഇടപാടുകാരെ ഒക്കെയൊക്കെ ഓർക്കുക. അവരുടെ നന്മകളെ സന്തോഷത്തോടുകൂടിയും തിന്മകളെ ശാന്തതയോടുകൂടിയും മാത്രമേ ഉൾക്കൊള്ളൂ എന്ന് മനസ്സിലുറപ്പിക്കാം. നമ്മുടെ നോക്കോ വാക്കോ പ്രവൃത്തിയോ വസ്തുവോ ഉപകരണമോ വളർത്തുമൃഗമോ വാഹനമോ ഒന്നുകൊണ്ടും അവർക്കാർക്കും ഒരു നോവുമുണ്ടാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അരികിലും വിദൂരതയിലുമുള്ള സർവ മനുഷ്യ ജന്തുജാലങ്ങളും നമ്മുടെ ബന്ധുക്കളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അവരിൽ നിന്ന് വാങ്ങിയും അവർക്കുള്ളത് കൊടുത്തും അന്യോന്യ ജീവിതം നയിച്ചും മാത്രമേ നമുക്കും തലമുറകൾക്കും കഴിയാനാകൂ എന്നതും നമുക്ക് തിരിച്ചറിയാം. എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണെന്ന സത്യത്തെ നമുക്ക് അംഗീകരിക്കാം. ഇനി നമുക്ക് തിരികെ വരാം. ബോധത്തോടെ, സ്നേഹത്തോടെ,
ബന്ധുത്വത്തോടെ, ധൈര്യത്തോടെ നമ്മുടെ സാധാരണ ചിന്തകളിലേക്ക്, തുടർന്നുള്ള ജീവിതത്തിലേക്ക് പതിയെ പതിയെ കൊട്ടകർവ് ചെയ്യുവാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുക.
വിശ്വവന്ദനം സംയോഗ മാതൃക. ഗുരുവന്ദനം. സഹസ്രാരം, ഉല്ലാഹതം, സ്വാദിഷ്ഠാനം, പതലം, ഇടുപ്പ്, സുതലം, കാൽമുട്ട്, രസതലം, നെരിയാണി,
പാതാളം, ഭൂമി. മഹാതലം, പാദം. തലാതലം, കാൽവണ്ണ. വിതലം, തുട. മൂലാധാരം, മണിപൂരകം, വിശുദ്ധി, സഹസ്രാരം, സത്യലോകം, കർണം. മുമ്പിലേക്ക് നോക്കിയിട്ട് മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. വലത്തോട്ട് തിരിയുക. കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഇടത്തോട്ട് തിരിയുക. കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. മുമ്പോട്ട് തിരിയുക. കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഇനി ഗുരുവന്ദനം. ആത്മവന്ദനം, ഭൂമിവന്ദനം, ആകാശവന്ദനം, വിശ്വവന്ദനം,
സത്യലോകവന്ദനം, വിശ്വവന്ദനം, ഗുരുവന്ദനം. മുദ്ര. Procrastination can be changed by altering our personal pattern. നീട്ടിവെക്കൽ കുറ്റമോ രോഗമോ അല്ലാത്ത ഒരു പാറ്റേൺ മാത്രമാണെന്ന് തിരിച്ചറിയുക. പുതിയ ജീവിത വ്യവസ്ഥയുടെ രൂപകൽപ്പനയ്ക്ക് സന്നദ്ധമാവുക. താളവും ക്രമവും ചിട്ടപ്പെടുത്തുക. പ്രകൃതിയോടുള്ള വിനിമയം സുതാര്യമാക്കുക. തലവര അഥവാ മനോചിത്രം മാറ്റിയെഴുതുക. വൈകാരിക ബുദ്ധി കൈവരിക്കുക. സ്വാഭാവിക അവസ്ഥയിലേക്ക് തിരികെ വരിക. ഇത്രയുമായാൽ നീട്ടിവെക്കലിനെ നമുക്ക് മാറ്റിവെക്കാനാകും. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. മിക്കവർക്കുമുള്ള ഒരു സ്വഭാവ വിശേഷമാണ് ഈ പ്രൊക്കാസ്റ്റിനേഷൻ അഥവാ നീട്ടിവെക്കൽ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പല കാര്യങ്ങളും നടക്കാതെ പോകാറുമുണ്ട്. അപ്പൊ ചിലരൊക്കെ കരുതും ഇതൊരു രോഗമാണ്, എനിക്കെന്തോ ഒരു കുഴപ്പമുണ്ട്, എനിക്ക് എന്ത് കിട്ടിയാലും മാറ്റിവെക്കും, അത് രോഗമാണ് എന്ന് പറയാറുണ്ട്, ഒരു കുഴപ്പമാണെന്ന് പറയാറുണ്ട്. ശരിക്കും കുഴപ്പമോ രോഗമോ ഒന്നും അല്ല ഇപ്പോ ഈ പ്രൊക്കാസ്റ്റിനേഷൻ അഥവാ നീട്ടിവെക്കൽ എന്നുള്ളത്. ഇന്ന് ഏറ്റവും സൗഖ്യകരമായ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിൽക്കാനായിട്ട് ചെയ്യണമെന്ന് നമുക്ക് ആരൊക്കെയോ പറഞ്ഞു തന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ മാറ്റിവെക്കലാണ് സാധാരണ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ ലയിച്ചിരിക്കാനുള്ള ഒരു പ്രവണതയാണിത്. അതുകൊണ്ടുള്ള കുഴപ്പം ഇത്രയേ ഉള്ളൂ, നമുക്ക് ചില കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഈ വർത്തമാന സമൂഹത്തിന്റെ ഓട്ടപ്പാച്ചിൽ നമുക്ക് അതിനൊപ്പം എത്താൻ പറ്റാതെ വന്നു എന്ന് വരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഇരിക്കാൻ, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരിക്കലും തെറ്റോ കുറ്റവുമല്ല. അത് വളരെ സ്വാഭാവികമാണ്. കാരണം പരമമായ ബോധത്തിന്റെ കൺവീനിയൻസിലേക്കുള്ള യാത്രയാണ് പ്രപഞ്ച സഞ്ചാലനം തന്നെ. ഈ പ്രപഞ്ചം ഇങ്ങനെ ചലനാത്മകമായി ഇരിക്കുന്നതിന് കാരണം തന്നെ അതിന്റെ കൺവീനിയൻസിനെ നിലനിർത്താൻ വേണ്ടി പ്രപഞ്ചം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊരു കുറ്റമല്ല, കുറവുമല്ല. പക്ഷെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതല്ല, ഈ നമ്മളെ കംഫർട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ സൗഖ്യമണ്ഡലത്തിന്റെ ഒരു അളവുകോലുണ്ടല്ലോ, അതിന്റെ ആ സൂചകം ഇവിടെ നിന്നും മാറ്റി വേറൊരിടത്തേക്ക് വെക്കേണ്ടി വരും. അങ്ങനെ മാറ്റി വെക്കണമെങ്കിൽ ചെറിയ ചില മാറ്റങ്ങൾ നമ്മളിൽ വരുത്തണം. അപ്പോ ആദ്യം അറിയേണ്ടത് ഇതൊരു കുറ്റമല്ല, കുറവല്ല, രോഗമല്ല എന്നുള്ളതാണ്. ഇതൊരു രോഗമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിലുള്ള ഒരു കുറ്റബോധം മാറ്റിവെക്കുക. പക്ഷെ നമ്മളിത് മാറ്റിയാലേ നമുക്ക് ചില കാര്യങ്ങൾ നേടാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ മാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുക.
ആ തയ്യാറെടുക്കുക എന്നുള്ളത്, അതായത് പുതിയൊരു ജീവിത വ്യവസ്ഥയിലേക്ക് നമ്മളെ മാറ്റി ചിട്ടപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്, അതിനുള്ള സന്നദ്ധത ഉണ്ടാവുക എന്നുള്ളതാണ് ഈ നീട്ടിവെക്കൽ എന്നുള്ള കാര്യത്തെ മാറ്റിവെക്കാനുള്ള ആദ്യ പടി. അപ്പോൾ നമ്മള് ഇതൊരു രോഗമെല്ലാം തിരിച്ചറിഞ്ഞു, അത് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടായി. ഇനി നമ്മുടെ ആ രൂപകൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് പുതിയൊരു ജീവിത വ്യവസ്ഥയുടെ രൂപകൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ സന്നദ്ധമാക്കുക, നമ്മൾ അതിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഈ സന്നദ്ധത ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സന്നദ്ധമായിട്ടില്ല, പക്ഷെ മാറ്റണം നമ്മൾ തീരുമാനിച്ചു, അല്ലെ മാറ്റണമെന്ന് നമ്മൾ പറഞ്ഞു, മുൻപോട്ട് പോവില്ല. നമ്മൾ സന്നദ്ധമാകുക വെച്ചപ്പോൾ യാത്രയ്ക്ക് പോവുക എന്ന് വെച്ചാൽ എങ്ങനെയാ? യാത്രയ്ക്ക് പോകാൻ നമ്മൾ ആദ്യം തയ്യാറാണ്, ഇവിടെ നിന്ന് അവിടെ പോകണം. അപ്പോൾ നമ്മൾ മനസ്സിൽ ഫിക്സ് ചെയ്തു, അത് ആ ഡെസ്റ്റിനേഷൻ നമ്മൾ ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം മാറ്റി, ഇത്ര മണിക്ക് പോകണം, ഇന്ന രീതിയിലാകണം എന്നുള്ള പ്ലാനിങ് ഒക്കെ പിന്നീട് വരും. അപ്പോൾ നമ്മൾ ആദ്യം സന്നദ്ധമായി കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് പോകാനുള്ളത് എപ്പോൾ പോകണം, എങ്ങനെ പോകണം എന്നുള്ള താളം, അതിന്റെ ആ സമയക്രമം അത് ചിട്ടപ്പെടുത്തണം. അതിന് പോകണമെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം, പോകേണ്ടതെല്ലാം ബാഗിൽ കൊണ്ടുവയ്ക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചിട്ടപ്പെടുത്തണം. ആ യാത്രയ്ക്ക് പോകണമെങ്കിൽ അതിനുവേണ്ടി നമ്മുടെ താളത്തെയും ക്രമത്തെയും ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അടുത്തത് എന്താ? നമ്മുടെ പരിസ്ഥിതിയോ, നമ്മൾ ആ യാത്രയ്ക്ക് പോവുകയാണ്. അപ്പൊ പോകുന്ന സ്ഥലത്തും പിന്നെ നമ്മളിപ്പോ വിടുന്ന സ്ഥലവും ഇവിടെ ഒരു പരിസ്ഥിതിയുണ്ട്. ആ പരിസ്ഥിതിയോട് കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിനോടുള്ള വിനിമയം സുതാര്യമാക്കുക. വീട്ടിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടുകാരോട്, അച്ഛനോട്, അമ്മയോട്, ഭർത്താവിനോട്, അല്ലെ ഭാര്യയോട്, ആരാണെന്ന് വെച്ചാൽ അവരോട് നമ്മൾ പറയുക, ഞാൻ ഇങ്ങനെ പോവുകയാണ്, അപ്പൊ അതിനു വേണ്ടി തയ്യാറെടുക്കും. ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്താണ് മറ്റുള്ളവരും കൂടെ ആ യാത്രയെ പിന്തുണയ്ക്കുക. ഇല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം, എല്ലാം നമ്മൾ തന്നെ തീരുമാനിക്കണം, നമുക്ക് ഒരു സമയബന്ധിതമായിട്ടുള്ള കാര്യം ഉണ്ടാവില്ല. നമ്മൾ എല്ലാവരോടും കൂടെ പറയുകയാണ് നമ്മൾ ഇത്ര മണിക്കാണ് പോകുന്നത് എന്ന രീതിയിൽ കൃത്യമായ സുതാര്യമായ വിനിമയം ഉണ്ടെങ്കിൽ അത് നടക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പരിസ്ഥിതിയോട്, നമ്മുടെ പ്രകൃതിയോട് പറയുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രപഞ്ച സംവിധാനത്തോട് തന്നെ വിനിമയം ചെയ്യുക. അതിന്റെ തുടക്കം എന്നോണം നമ്മുടെ കൂടെ ജീവിക്കുന്നവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമ്മളിങ്ങനെ ഒരു മാറ്റത്തിന് പോവുകയാണെന്നുള്ളത് കൃത്യമായിട്ട് തയ്യാറാവുക. ഇതിന്റെ ഒപ്പം ഉണ്ടാകേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തലവര എന്നുള്ളൊരു സാധനം ഉണ്ട്. ഈ തലവര എന്ന് വെച്ചാൽ അറിയില്ല, വിധി എന്നൊക്കെയാണ് സാധാരണ പറയുക. സത്യത്തിൽ വിധി എന്നുള്ളത് വെളിയിൽ നിന്നും ഡിവൈൻ ഓർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു കമാൻഡ് ആയിട്ടാണ് പലരും വിചാരിക്കുന്നത്. ഒരു ഉപരി ആയിട്ടുള്ള ഒരു ഇടത്തു നിന്നും ആരോ ഒരാൾ കമാൻഡ് ചെയ്യുന്നതായിട്ട്. അത് കമാൻഡ് അല്ല. കമാൻഡ് എന്ന് പറയുന്നതിനേക്കാളും, വിധി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ അതിന് നിയതി എന്ന് പറയും. നിയതമായ അവസ്ഥയിൽ പോകുന്നതാണ് നിയതി. ഈ നിയതി എന്നുള്ള കാര്യം, അതിന്റെ പകുതി രേഖപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ തലയ്ക്കകത്താണ്. അതിനെയാണ് നമ്മൾ മനോചിത്രം എന്ന് പറയുന്നത്, നമ്മുടെ ഉപബോധ ചിത്രം എന്ന് പറയും. ഈ ഉപബോധ ചിത്രത്തെ മാറ്റി എഴുതണം. അതാണ് ഒരു വലിയ പണി. ഈ പറഞ്ഞതിൽ ഏറ്റവും വലിയ പണി അതാണ്. എനിക്ക് മാറാൻ പറ്റും എന്ന കാര്യം. ഇപ്പൊ മുന്നൊരുക്കങ്ങൾ നടത്തി നമ്മൾ മാറണം, നമുക്കിത് രോഗമെല്ലാം തിരിച്ചറിഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു ജീവിത വ്യവസ്ഥയ്ക്ക് നമ്മൾ സന്നദ്ധമായി, നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി, നമ്മൾ ചുറ്റുപാടുമുള്ളവരോട് പറഞ്ഞു. പക്ഷെ പോക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ ഒരു ചിത്രമുണ്ട്, മനോചിത്രമുണ്ട്. എനിക്ക് ഇങ്ങനെ സംഭവിക്കണം, ഞാൻ എത്ര ശ്രമിച്ചാലും പരാജയപ്പെടും, എന്നെ കൊണ്ട് ഇത് കഴിയില്ല എന്നൊക്കെ തോന്നുന്നൊരവസ്ഥയുണ്ട്. ഇതിനെ മാറ്റി എഴുതണം, ഈ മനോചിത്രത്തെ മാറ്റി എഴുതണം. ആ ഇന്റേണൽ പാറ്റേൺ ആണ് ഇതിൽ നമുക്ക് ഏറ്റവും കുരിശായിട്ട് വരുന്നത്. അതിനെ മാറ്റി എഴുതാൻ ഒരുങ്ങുന്ന സമയത്ത് ഒരുപാട് വൈകാരിക പ്രശ്നങ്ങൾ വരും. ഈ പ്രശ്നങ്ങൾ അതിജീവിക്കണമെങ്കിൽ വൈകാരിക ബുദ്ധി കൈവരിക്കണം. വൈകാരിക ബുദ്ധി എന്ന് വെച്ചാൽ വികാരങ്ങളെ അറിഞ്ഞ് പശ്ചാത്തലത്തിനനുസരിച്ച് രൂപവൽക്കരിക്കുന്നതാണ് വൈകാരിക ബുദ്ധി. വികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുൻപിൽ എത്തുന്ന ഒരു സാഹചര്യത്തോട് എന്തു നിലപാട് നാം കൈക്കൊള്ളണം എന്നുള്ള ശരീരത്തിന്റെ നിലപാടാണ്, പരിസ്ഥിതിയാണ്. ശരീരം അപ്പോൾ ഒരുക്കുന്ന ഒരു എൻവയോൺമെന്റ്, നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയില്ല, കാലാവസ്ഥ എന്ന് പറയില്ല, അതുപോലെ ശരീരത്തിന്റെ ഒരു കാലാവസ്ഥയാണ് വികാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വികാരം എന്നുള്ള ഒരു അവസ്ഥയെ കൃത്യമായ രീതിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ, ആ പോകുന്ന സമയത്ത് അയ്യോ എനിക്ക് വയ്യ, എനിക്ക് പേടിയാ എന്നൊക്കെ കരുതിയാലോ നമ്മൾ മുൻപോട്ട് പോവില്ല. അപ്പോൾ ആ വൈകാരിക ബുദ്ധി കൈവരിക്കണം. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എപ്പോഴും റേസിൽ വിൻ ചെയ്തവരാണ്. അമ്മയുടെ വയറ്റിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ ഒരു റേസിൽ വിൻ ചെയ്തിട്ട് എത്തിയവരാണ്. അങ്ങനെ വിൻ ചെയ്തിട്ടുള്ള നമ്മൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, എന്തൊക്കെയോ പാറ്റേണുകൾ കൊണ്ട്, എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളൊന്ന് മാറിപ്പോയി. അതിൽ നിന്നും നമ്മുടെ സ്വാഭാവികമായ നൈസർഗികമായ ഒരു അവസ്ഥയിലേക്ക് വന്ന് പ്രകൃതി നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് അത് നടപ്പിലാക്കാനായിട്ടുള്ള ആ വരവിലേക്ക് വരിക. നമ്മൾ എന്തൊക്കെ വൈകാരിക പ്രക്ഷുബ്ധതയിലേക്ക് പോയാലും ശരി,
നമ്മൾ എത്ര നെഗറ്റീവ് ആണെങ്കിലും ശരി, എനിക്കിത് കഴിയില്ല എന്ന് ചിന്തിച്ചാലും ശരി, നമ്മൾ ആ വിൻ ചെയ്ത അവസ്ഥയിലേക്ക് തിരികെ വരിക. അതിനാണ് ശുഭീകരണം എന്ന് പറയുക. അപ്പോൾ തിരിച്ചു വരിക എന്നുള്ളതാണ് റെസിലിയൻസ്. ആ റെസിലിയൻസിലൂടെ വന്നിട്ട് നമ്മൾ പിന്നെ ആ അവസ്ഥയെ ശുഭീകരിച്ച് മുൻപോട്ട് പോകണം. അപ്പോൾ നമ്മുടെ മനോചിത്രം മാറ്റി എഴുതണം, വൈകാരിക ബുദ്ധി കൈവരിക്കണം, അതുപോലെ തന്നെ നമുക്ക് ശുഭീകരിക്കാൻ കഴിയണം, ക്രമത്തെ ചിട്ടപ്പെടുത്തണം, പ്രകൃതിയോടുള്ള വിനിമയം സുതാര്യമാക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് ഏത് കാര്യത്തെയും നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് കാര്യത്തെയും നീട്ടിവെക്കാനുള്ള നമ്മുടെ ആ ഒരു പ്രവണത, പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അതിജീവിക്കണമെങ്കിൽ നമ്മൾ അതൊരു കുഴപ്പമല്ല എന്ന് തിരിച്ചറിയുക. കുഴപ്പമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം വെച്ചാൽ നമ്മളവിടെ ഹുക്ക് ചെയ്തു പോകും. അയ്യോ എനിക്കൊരു പ്രശ്നമാണെന്ന രീതിയിൽ കുരുങ്ങിപ്പോകും. അതിന് പകരം അത് മാറ്റണമെന്ന് മാത്രം ചിന്തിക്കുക, മാറ്റത്തിന് സന്നദ്ധമാവുക, നമ്മുടെ ക്രമത്തെ ചിട്ടപ്പെടുത്തുക, പ്രകൃതിയോടുള്ള വിനിമയം സുതാര്യമാക്കുക, നമ്മുടെ മനോചിത്രത്തെ ആൾട്ടർ ചെയ്യുക, അതുപോലെ തന്നെ വൈകാരിക ബുദ്ധി നേടുക, നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക്. ഈ കിടക്കുന്ന അവസ്ഥയൊന്നുമല്ല, നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്, നമ്മുടെ ആർജവത്തോടു കൂടിയുള്ള ഒരു അവസ്ഥ, നമ്മുടെ ധർമ്മത്തെ പ്രകൃതി ഏൽപ്പിച്ചിട്ടുള്ള ഒരു അവസ്ഥ. ഈ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വരിക. അതിനുവേണ്ടി അവിടെ നിന്നും നമ്മൾ ശുഭീകരിക്കുക, നമ്മളെ പോസിറ്റിവേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കാനാകാം. അപ്പുറത്തേക്ക് കിടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ നമുക്ക് നീട്ടിവെക്കലിനെ മാറ്റിവെക്കാൻ കഴിയും. അങ്ങനെ കഴിയുവാൻ നിങ്ങൾക്ക് ഏവർക്കും ഈ പരിശീലനങ്ങളിലൂടെ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി തെക്കോട്ട് തലവെച്ച് കിടക്കുക, തെക്കോട്ടോ കിഴക്കോട്ടോ തലവെച്ച് കിടക്കുക, എന്നിട്ട് വേണം ഇനി പ്രാക്ടീസ് ചെയ്യാൻ. പ്രവേശകധ്യാനം. ഞാനാകുന്നു. ഞാനിപ്പോൾ സുഖമായിരിക്കുന്നു. ഞാനിപ്പോൾ വിശ്രമത്തിലാണ്. അമ്മയുടെ ഗർഭപാത്രത്തിലെന്നതുപോലെ സുരക്ഷിതമായി ഞാൻ ഭൂമിയോട് ചേർന്നിരിക്കുകയാണ്. ഞാൻ ഭൂമിയോട് ഗുരുത്വപ്പെട്ടിരിക്കുന്നു. എനിക്ക് ആധാരമായതിനോടെല്ലാം ഞാൻ ഗുരുത്വപ്പെട്ടിരിക്കുന്നു. എന്റെ മാതാവിനോട്, എന്റെ പിതാവിനോട്, എന്റെ ജീവകുലത്തിനോട്, എന്റെ ഭൂമിയോട്, എന്റെ ഗുരുപരമ്പരയോട് ഞാനിതാ ഗുരുത്വപ്പെട്ടിരിക്കുന്നു. നന്ദിയിലൂടെ, സ്നേഹത്തിലൂടെ, പരിഗണനയിലൂടെ, സമർപ്പണത്തിലൂടെ, സ്വീകാര്യതയിലൂടെ, വിധേയത്വത്തിലൂടെ പഞ്ചഗുരുത്വങ്ങളോടും ഗുരുത്വപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ പഞ്ചഗുരുത്വങ്ങളോടും ഗുരുത്വപ്പെട്ടിരിക്കുമ്പോൾ ഇപ്പോൾ എന്റെ ശരീരം വിശ്രമത്തിലാണ്. എന്റെ മനസ്സും വിശ്രമത്തിലാണ്. എന്റെ അവയവങ്ങളെല്ലാം അയഞ്ഞിരിക്കുന്നു. എന്റെ ചിന്തകൾ ശാന്തമായിരിക്കുന്നു. എന്റെ വികാരങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. എന്റെ ഞാൻ ബോധം അഴിഞ്ഞുപോകുന്നു. എന്റെ അകത്തേക്കും പുറത്തേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണശ്വാസത്തെ ഞാൻ അറിയുന്നു. പുറത്ത് എല്ലാം ചലിപ്പിക്കുന്ന പ്രാണനെ
ഞാൻ അറിയുന്നു. അകത്ത് എന്നിൽ ചലനമാകുന്ന പ്രാണനെ ഞാൻ അറിയുന്നു. ഗുരുത്വപ്പെട്ടിരിക്കുമ്പോൾ എന്റെ മാതാവും എന്റെ പിതാവും എന്റെ ജീവകുലവും എന്റെ ഭൂമിയും എന്റെ ഗുരുവും എന്നിലെ ചലനത്തിന് ഭൂമികയാകുന്നു. എന്നിൽ ചലനമാകുന്നതെന്തോ, എന്നിൽ ഗുരുത്വമാകുന്നതെന്തോ, ഞാൻ അറിയുന്നതെന്തോ, ഞാൻ അറിയാത്തതെന്തോ, ഞാൻ തേടുന്നതെന്തോ, അത് ഞാനാകുന്നു. എന്റെ പ്രാണൻ അത് ഞാനാകുന്നു. എന്റെ പ്രാണതാളം അത് ഞാനാകുന്നു. ഞാനാകുന്ന പ്രാണതാളത്തിൽ എന്റെ രൂപത്തെ ഞാൻ അറിയുന്നു. അതിനകത്തെ അവയവങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ കലകളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ കോശങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ജീവനെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ദ്രവ്യകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ഊർജകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ബോധകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ആനന്ദകണങ്ങളെ ഞാൻ അറിയുന്നു. അതിനുമകത്തെ ശുദ്ധബോധത്തെ ഞാൻ അറിയുന്നു. ഞാൻ രൂപമാകുന്നു. ഞാൻ അവയവങ്ങളാകുന്നു. ഞാൻ കലകളാകുന്നു. ഞാൻ കോശങ്ങളാകുന്നു. ഞാൻ ജീവനാകുന്നു. ഞാൻ ദ്രവ്യകണങ്ങളാകുന്നു. ഞാൻ ഊർജകണങ്ങളാകുന്നു. ഞാൻ ബോധകണങ്ങളാകുന്നു. ഞാൻ ആനന്ദകണങ്ങളാകുന്നു. ഞാൻ ശുദ്ധബോധമാകുന്നു. അത് ഞാനാകുന്നു. ബോധമാണ് സർവം എന്ന് ഞാൻ അറിയുന്നു. എന്താണെന്നറിയുന്നുവോ അത് ഞാനാകുന്നു. എന്താകണമെന്ന് ആശിക്കുന്നുവോ ഞാനതാകുന്നു. എന്താണെന്ന് ചിന്തിക്കുന്നുവോ ഞാനതാകുന്നു. എന്താണെന്ന് പറയുന്നുവോ അത് ഞാനാകുന്നു. ഞാൻ എവിടേക്ക് ശ്രദ്ധിക്കുന്നുവോ എന്റെ ബോധം അവിടെയാകുന്നു. എന്റെ ബോധം എവിടെയോ എന്റെ ധർമ്മം എവിടെയാകുന്നു. എന്റെ ധർമ്മം എവിടെയോ എന്റെ ജീവചൈതന്യം അവിടെയാകുന്നു. എന്റെ ജീവചൈതന്യം എവിടെയോ എന്റെ രൂപകൽപ്പന അവിടെയാകുന്നു. എന്റെ രൂപകൽപ്പന എങ്ങനെയോ എന്റെ സാക്ഷാത്കാരം അതാകുന്നു. എന്റെ സാക്ഷാത്കാരം എങ്ങനെയോ അത് ഞാനാകുന്നു. ഞാൻ എന്റെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുകയാണ്. ഇപ്പോൾ എന്റെ ശ്രദ്ധ ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ ധർമ്മം ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ ജീവചൈതന്യം ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ രൂപകൽപ്പന ശരീരത്തിലാണ്. ഇപ്പോൾ എന്റെ സാക്ഷാത്കാരം ശരീരത്തിലാണ്. അത് ഞാനാകുന്നു. ഞാൻ എന്റെ ശരീരം മുഴുവനായും ശ്രദ്ധിക്കുകയാണ്. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ ശരീരം
അകത്തും പുറത്തും സുന്ദരമായിരിക്കുന്നു, മൃദുവായിരിക്കുന്നു. ജനിച്ചപ്പോൾ എന്നതുപോലെ ശുദ്ധരൂപത്തിൽ ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നു. എന്റെ ശരീരം അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാം വിധം പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ അകത്തും പുറത്തും സുന്ദരവും മൃദുവും ശുദ്ധവും ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്ന എന്നിലെ അവയവങ്ങളിലൂടെ എന്റെ ശ്രദ്ധ യാത്ര ചെയ്യുന്നു. കാൽവിരലുകളിലൂടെ, പാദങ്ങളിലൂടെ, കണങ്കാലുകളിലൂടെ, തുടകളിലൂടെ, അരക്കെട്ടിലൂടെ, നട്ടെല്ലിലൂടെ, ഉദരത്തിലൂടെ, നെഞ്ചിലൂടെ, ആന്തരാവയവങ്ങളിലൂടെ, കഴുത്തിലൂടെ, ശിരസ്സിലൂടെ, മൂർധാവിലൂടെ എന്റെ ശ്രദ്ധ യാത്ര ചെയ്യുന്നു. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ അവയവങ്ങളെല്ലാം അകത്തും പുറത്തും സുന്ദരമായിരിക്കുന്നു, മൃദുവായിരിക്കുന്നു. ജനിച്ചപ്പോൾ എന്നതുപോലെ ശുദ്ധരൂപത്തിൽ ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നു. എന്റെ അവയവങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാം വിധം പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്റെ ജീവിതത്തെ മുഴുവനായും ശ്രദ്ധിക്കുകയാണ്. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ ജീവിതം അകത്തും പുറത്തും സുന്ദരമായിരിക്കുന്നു, മൃദുവായിരിക്കുന്നു. ജനിച്ചപ്പോൾ എന്നതുപോലെ ശുദ്ധരൂപത്തിൽ ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നു. എന്റെ ജീവിതം അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ശരിയാം വിധം പൂർണ്ണമായും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ശിശുവായിരുന്നതുപോലെ എന്റെ അകത്തും പുറത്തുമുള്ള സർവവും സുന്ദരവും മൃദുവും ശുദ്ധവും ആരോഗ്യപൂർണവും സുരക്ഷിതവുമായിരിക്കുന്നതിൽ എന്റെ മാതാവിനോടും എന്റെ പിതാവിനോടും എന്റെ ജീവകുലത്തിനോടും എന്റെ ഭൂമിയോടും എന്റെ ഗുരുപരമ്പരയോടും ധർമ്മമാർഗേ ഞാൻ ഗുരുത്വപ്പെട്ടിരിക്കുന്നു. ഈ പഞ്ചഗുരുത്വങ്ങളുടെ ഗർഭപാത്രത്തിൽ എന്നതുപോലെ ഞാൻ സുരക്ഷിതമായിരിക്കും. പഞ്ചഗുരുത്വങ്ങളിൽ വേരൂന്നി നിന്നുകൊണ്ട് എന്റെ ശിരസ്സും കൈകളും ഉയർത്തി തന്നതെല്ലാം സ്വീകരിക്കുവാൻ എനിക്ക് കഴിയുന്നു. ഇനി വേണ്ടതെല്ലാം അർത്ഥന ചെയ്തു നേടുവാൻ എനിക്ക് കഴിയുന്നു. ഏതു പരിസരത്തും ഏതു വേഗത്തിലും സുരക്ഷിതമായി യാത്ര ചെയ്യുവാൻ എനിക്ക് കഴിയുന്നു. ഞാൻ ബോധമാകുന്നു, ഞാൻ ശുദ്ധിയാകുന്നു, ഞാൻ സമൃദ്ധിയാകുന്നു, ഞാൻ അറിവാകുന്നു, ഞാൻ സുരക്ഷയാകുന്നു, ഞാൻ ഗുരുത്വമാകുന്നു, ഞാൻ വിജയമാകുന്നു, ഞാൻ നന്മയാകുന്നു, ഞാൻ നന്മയാകുന്നു, ഞാൻ നന്മയാകുന്നു. അത് ഞാനാകുന്നു, അത് ഞാനാകുന്നു, അത് ഞാനാകുന്നു.
സതീഷ് പറയൂ. സതീഷ് ഇല്ലേ എവിടെ? കൃഷ്ണകുമാരേട്ടാ പറഞ്ഞോളൂ. നമസ്കാരം. ഇന്നത്തെ വിഷയം വളരെ നന്നായി അത് മനസ്സിലാക്കാൻ പറ്റി. പ്രത്യേകിച്ചും കംഫർട്ട് സോണിൽ ഇരിക്കാനുള്ള പ്രവണത ഇഷ്ടപ്പെടുന്ന എല്ലാവരും അതെങ്ങനെ അതിനെ അതിജീവിക്കണമെന്നുള്ളത് വളരെ നന്നായി ഉദ്ബോധിപ്പിച്ചു. കുറ്റബോധം ഒക്കെ മാറ്റിവെച്ചിട്ട് ഈ പ്രവണത ഒരു രോഗമല്ല എന്ന് മനസ്സിലായി. നമ്മെ തന്നെ സന്നദ്ധമാക്കുക, ഉപബോധത്തിലെ മനോചിത്രം മാറ്റിയെടുക്കുക. അപ്പോൾ ഉണ്ടാകുന്ന വൈകാരിക വിക്ഷോഭങ്ങളും ഒക്കെ ഇമോഷണൽ എന്താണ് കോഷ്യന്റ്, നമ്മൾ വൈകാരിക ബുദ്ധി പ്രയോഗിക്കുക, റെസിലിയൻസ്, ശുഭീകരണം, ഇവയിലൂടെ ആ പാത്വേ ഒക്കെ നന്നായി മനസ്സിലായി. വളരെ നല്ലൊരു പ്രഭാഷണമായിരുന്നു. വളരെ നന്നായിട്ട് ഒരു അറിവ് നേടാൻ പറ്റി. പ്രത്യേകിച്ചും വളരെ മടിയനായ എന്നെ പോലുള്ളവർക്ക് ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. നന്ദി, നമസ്കാരം. അത് പറഞ്ഞു തരാനുള്ള എന്റെ യോഗ്യത എന്താണെന്നറിയും? ഞാൻ നിങ്ങളെ മടിയന്മാരുടെ മാസ്റ്ററാണ്. ഭൂലോക മടിയൻ. ഓക്കെ, ബിജു. സാറേ നമസ്കാരം. ചേട്ടാ നമസ്കാരം. ഞാൻ വളരെ താമസിച്ചാ കയറിയത് രാവിലെ, അതുകൊണ്ട് എല്ലാ വിഷയവും കേട്ടില്ല. ഇവിടെ പ്രോക്രാസ്റ്റിനേഷൻ മാറ്റിവെക്കാനുള്ള പ്രവണതയെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് കേട്ടിരുന്നു. ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. പലപ്പോഴും നമ്മൾ ഒരു വിഷൻ ഉണ്ടായി കഴിയുമ്പോൾ ആ വിഷനിലേക്ക് എത്തിച്ചേരാൻ നമുക്കുണ്ടാകുന്ന മടി, അലസത, അതിന്റെയൊക്കെ ഭാഗമായിരിക്കാം, അത് തന്നെ ആയിരിക്കാം നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ. ആ തടസ്സങ്ങളെ കുറിച്ച് സംസാരിച്ചു വളരെ നന്നായിരുന്നു. എങ്കിലും അത് പൂർണ്ണമായിട്ട് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്താണെന്ന് അറിയില്ല. പിന്നെ പിന്നെ ചേട്ടൻ പറഞ്ഞ പഞ്ചഗുരുത്വം, അതെന്താണെന്ന് മനസ്സിലായില്ല, എനിക്ക് വ്യക്തമായില്ല. പഞ്ചഗുരുത്വം അത് ആ വീഡിയോയിൽ പറഞ്ഞതാണ്. പഞ്ചഗുരുത്വം ഇടയ്ക്ക് പഞ്ചഗുരുത്വം എന്ന് പറയുന്നത് അതായത് നമ്മൾ ചിലന്തി വലയില് ചിലന്തി നിൽക്കുന്നത് കുറെ ഭാഗങ്ങളിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് അല്ലെ, എല്ലാത്തിന്റെയും നടുവിലാണ് നിൽക്കുന്നത്. ഇതുപോലെ നമുക്ക് 5 തരം ഗുരുത്വങ്ങളുടെ നടുവിലാണ്, അവയുടെ ആ വലിവിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ ഒന്ന് മാതാവിനോടുള്ള ഗുരുത്വം എന്ന് പറയുന്നത്, കായ ഗുരുത്വം എന്ന് പറയുന്നത്. പിതാവിനോട് ഉണ്ടാകുന്ന ഗുരുത്വമുണ്ട്. പിതാവ് എന്ന് വെച്ചാൽ പിതാവ് മാത്രമല്ല, പിതൃ പരമ്പരയാണ്. മാതാവ് എന്ന് വെച്ചാൽ മാതൃ പരമ്പരയാണ് കേട്ടോ. മാതാവിനോടുള്ളത് അല്ല, പിതാവിനോടുള്ള ജീവഗുരുത്വം എന്ന് പറയുന്നത്. കുലം, ജീവകുലം എടുക്കാം, മനുഷ്യകുലം എടുക്കാം, അത് എന്താണെങ്കിലും ആ കുലത്തിനോടുള്ള ആ ഒരു ഗുരുത്വമുണ്ട്. ജൈവ സംവിധാനത്തോട് മൊത്തത്തിലുള്ള ഗുരുത്വമാണ് ധർമ്മഗുരുത്വം എന്ന് പറയുന്നത്. ശക്തി ഗുരുത്വം എന്ന് പറയുന്നത് ഭൂമിയോടാണ്. പിന്നെ ജ്ഞാനഗുരുത്വം എന്ന് പറയുന്നത് ഗുരുവിനോടാണ്. ഈ 5 ഗുരുത്വങ്ങളും കൂടെയാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ഇതിനോട് നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ്. 5നോടും കണക്ട് ചെയ്ത് നിൽക്കുക, കണക്റ്റഡ് ആയിരിക്കുക. ആ വേരുകൾ ഒരിക്കലും ഇല്ലാതെ, ആ വേരുകളിലേക്കുള്ള ബന്ധം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അത് നിർബന്ധമായും ഒരു ജീവിയുടെ എക്സിസ്റ്റൻസിന് ആവശ്യമാണ്. വിജയം എന്നുള്ളത് പിന്നീട് വരുന്നതാണ്. സർവൈവലിന് തന്നെ ഈ സംഭവം ആവശ്യമാണ്. അതില്ലാതെ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അവിടേക്ക് ആദ്യം എത്തിക്കുന്നത്. അതിനുശേഷമേ ബാക്കി എന്തുണ്ടാകേണ്ട കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഇത് പ്രവേശകധ്യാനം ചെയ്തു നോക്കിയായിരുന്നോ? കിടന്നു ചെയ്തു നോക്കിയായിരുന്നോ? പ്രവേശകധ്യാനം ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ? പ്രവേശകധ്യാനം എന്നാണ് അതിന്റെ പേര്. മെഡിറ്റേഷൻ അത് ചെയ്തല്ലോ അല്ലെ? അത് ഹെഡ്ഫോൺ വെച്ചിട്ട് കിടന്നുകൊണ്ട് കേൾക്കണം.
അപ്പൊ ഈ ഇരുന്നുകൊണ്ട് കേട്ട അവസ്ഥയായിരിക്കില്ല അത്. ഇരുന്നുകൊണ്ട് കേൾക്കുമ്പോൾ ബുദ്ധി അതിന്റെ കൂടെ യാത്ര ചെയ്യും. കിടന്നുകൊണ്ട് കേട്ട ബുദ്ധിക്ക് യാത്ര ചെയ്യാൻ ഒരു മിനിറ്റോ മറ്റോ പറ്റുള്ളൂ. കൂടി വന്ന ഒരു 3 മിനിറ്റ്, ഭയങ്കര ലോജിക്കലാണെങ്കിൽ 3 മിനിറ്റ് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കേൾക്കൂല. ഇങ്ങനെ കുറച്ച് നേരത്തെ താമസിച്ചാണ് പറഞ്ഞത്. മാത്രമല്ല ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് പോയില്ല. അതുകൊണ്ട് അങ്ങനെ കുറച്ച് ദിവസം ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലായി. ശനിയും ഞായറും ഇതാണ് ഉപയോഗിക്കുക, ഈ പ്രവേശക ധ്യാനാണ് ഉപയോഗിക്കുക, ശനിയും ഞായറും. ഇത് തിങ്കളാഴ്ച മുതൽ പിന്നെ ഓരോന്ന് ശവാസന എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. അത് നിർദ്ദേശിത യോഗനിദ്രയാണിത്. യോഗനിദ്രയാണ്. പക്ഷെ അതിന് കൊടുക്കുന്ന ആ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, അതിലാണ് ഇതിന്റെ നമുക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇത് മാത്രം കേട്ടാൽ മതി, ഇത് ദിവസവും ഇത് മാത്രം കേട്ടാൽ മതി. നമ്മുടെ ഒരുവിധപ്പെട്ട രോഗങ്ങൾ മാറും, ഒരുവിധപ്പെട്ട ഇഷ്യൂസ്, ചാലഞ്ചസ് പലതും മാറും. അങ്ങനെ ഓക്കെ. എന്തായാലും റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കും, അപ്പൊ ശരിയാവും. ഓക്കെ. വർഗീസ് ചേട്ടാ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കൽ എന്നുള്ളതാണ്. അപ്പോൾ നീട്ടിവെക്കൽ സാധാരണ ഒരു പ്രശ്നമായിട്ട് പലരും കരുതാറുണ്ട്. എല്ലാവർക്കും ഉള്ള സംഭവമാണ്. താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു ഹാബിച്വലായിട്ടാണെങ്കിലും എല്ലാവർക്കും ആ നീട്ടിവെക്കലിന്റെ ഒരു ഇത് അനുഭവിക്കാറുണ്ട്. അപ്പൊ ഇത് ആദ്യമായിട്ട് നമ്മളിവിടെ പറയുന്നത് ഇതൊരു രോഗമല്ല, ഇത് ഒരു ഹാബിച്വൽ ഇതാണ്. നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു ഹാബിറ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എന്തോ കാരണങ്ങൾ കൊണ്ട് അത് സംഭവിക്കുന്നു, പിന്നെ അതൊരു ഹാബിറ്റായിട്ട് മാറുന്നു. അപ്പൊ അതിനെ നമ്മൾ മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നീട്ടിവെക്കലിനെ മാറ്റി വെക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്ന വിഷയം. അപ്പൊ അത് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യ ഒരു ഇന്റൻഷൻ വേണം നമുക്ക്. അതിനായിട്ട് നമ്മളതിന്റെ ദൂഷ്യവശങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ മാറണമെന്നുള്ളൊരു ആഗ്രഹം, അതിയായ ആഗ്രഹം ഉള്ളിൽ നിന്നുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും മാറ്റിയെടുക്കാനൊക്കെ ഉള്ളൂ. അപ്പൊ അങ്ങനെ മാറ്റിയെടുക്കാനുള്ള ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളതിനെ ഒരു മനോചിത്രം, ഇതൊരു മനോചിത്രത്തിന്റെ ബന്ധിതമായിട്ടാണ് ഈ ഒരു മാറ്റിവെക്കലിന്റെ ഇത് സംഭവിക്കുന്നത്. അപ്പൊ ആ മനോചിത്രം ഒന്ന് മാറ്റാനുള്ള ഇത് വേണം. അതിനാണ് നമ്മളിവിടെ പാരഡൈം ഷിഫ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലൂടെ ഇത് മാറ്റിയെടുക്കുമ്പോഴത്തേക്ക് വരുന്ന പല ഘട്ടങ്ങളിലെ നമ്മൾ ഇവിടെ പറഞ്ഞു. അപ്പോഴാണ് ഈ ഇമോഷണലായിട്ട് നമ്മളതിനെ കൈകാര്യം ചെയ്യേണ്ടത്. കാരണം അത് ഒരു ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. മാറ്റിവെക്കുന്ന പലതിനെ നമ്മൾ മാറ്റാൻ നിൽക്കുമ്പോൾ നമ്മുടെ കൺവീനിയൻസിൽ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ഇമോഷണൽ സ്ട്രെസ്സിനെ ഇമോഷണൽ ഇന്റലിജൻസ് വെച്ചിട്ട് നമ്മളതിനെ കൈകാര്യം ചെയ്യണം. അതിനെ നേരിട്ട് ഒരു വൈകാരിക ബുദ്ധി ഉപയോഗിച്ച് അതിനെ കൈകാര്യം ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കാണ് അതിനൊരു ഓർഡറിൽ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ജീവിതത്തിന്റെ ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ഇതിനെ എല്ലാം നേരെ ഇടാൻ പറ്റുന്നത്. അതിന്റെ ലാസ്റ്റിൽ വരുമ്പോഴേക്ക് നമ്മൾ ആ പ്രകൃതിയുമായിട്ടുള്ള സുതാര്യത, ഒരു സിങ്ക്രണൈസേഷൻ നേച്ചറുമായിട്ടുള്ള അത് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഇത് പറയുമ്പോൾ ഈസിയാണ്, പക്ഷെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്പം ബുദ്ധിമുട്ട് പരിശീലിച്ചാലേ പറ്റുള്ളൂ. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, കുറേ ചെല്ലും തോറും നമ്മളത് അതിന്റെ ഈസിനെസ് അനുഭവിക്കും. ഞാനത് വളരെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പ്രൊക്രാസ്റ്റിനേഷന് പണ്ടൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നേരിട്ടോടുകൂടി അതൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും അതിലോട്ട് എപ്പോഴും ഉണ്ട്, അത് ആ ഒരു പ്രവണതയിലോട്ട് മാറും. നമ്മളിപ്പോൾ അതൊക്കെ കൺവീനിയന്റ് ആകുമ്പോഴത്തേക്ക് ഈ പ്രാപഞ്ചിക ഇതിന്റെ നൈരന്തര്യത്തിന്റെ ഭാഗമായിട്ട് അത് തന്നെ നമ്മൾ വീണ്ടും അതിലോട്ട് പോകും. കാരണം നമുക്ക് അതുണ്ട് ഈ ചലനം നിശ്ചലനം എന്ന് പറയുന്ന ഒരു ഇതിലോട്ട്. അപ്പൊ നമ്മൾ കൺവീനിയൻസിലോട്ട് മാറിക്കഴിഞ്ഞ ഒരു കൺവീനിയൻസ് സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് അസ്ഥിരമായി നിൽക്കാനുള്ള ഒരു ഇതുണ്ട്, പ്രവണതയുണ്ട്. അപ്പൊ അടുത്ത ചലനത്തിലോട്ട് മാറാനുള്ള ഒരു ഇത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മടി മാറ്റിയൊക്കെ, ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ള ഒരു ഹാബിറ്റ് മാറ്റി വെച്ചെങ്കിൽ എപ്പോഴും അതായത് ഒരു ഡൈനാമിക് സിറ്റുവേഷൻ ആണ്. അത് നമ്മൾ എപ്പോഴും അതിന് മാറണം എന്നുള്ള ഒരു ആവശ്യം വരുമ്പോഴത്തേക്ക് മാറാൻ തയ്യാറായിരിക്കണം. അവിടെ കൺവീനിയൻസിൽ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് കാതലായിട്ട് ഇതാണ് മനസ്സിലായത്. താങ്ക് യു. നമസ്കാരം ചേട്ടാ. മാളു.
എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം നീട്ടിവെക്കൽ അല്ലെങ്കിൽ മാറ്റിവെക്കലിനെ എങ്ങനെ മാറ്റിവെക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അതിന് നമ്മൾ എടുക്കേണ്ടുന്ന ചുവടുവെപ്പുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള വിശദീകരണമാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ഓരോ സ്റ്റെപ്സിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെങ്കിൽ പ്രയോഗിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോ പ്രകൃതിയിൽ എല്ലാത്തിനും നമ്മൾ പൊതുവെ പറയുന്നുണ്ട്, ഇക്കോളജിക്കൽ ലേണിംഗിലൊക്കെ നമ്മൾ ഉരുവാകുന്നതിന് മുമ്പേ നമ്മൾ ഇവിടെ ഉണ്ടാകേണ്ടുന്ന ഒരു ചിത്രം പ്രകൃതിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ ഒരു ആവശ്യം ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രിന്റ് പ്രകൃതിയിൽ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഉരുവായതിനു ശേഷം നമ്മുടെ പല കണ്ടീഷനുകളുടെ ഭാഗമായിട്ട് നമുക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തൊരു ജീവിത ചിത്രം അല്ലെങ്കിൽ നമ്മളെ കുറിച്ചും നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചുള്ള ഒരു ചിത്രം നെഗറ്റീവായിട്ടാണെങ്കിൽ തീർച്ചയായും അത് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഉത്സാഹം കുറയ്ക്കും. ആ ഉത്സാഹക്കുറവ് ഉണ്ടാകുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചത്ര മുന്നോട്ട് പോകാത്തത്. മാത്രമല്ല, ചെയ്യാനുള്ള കാര്യത്തെ പറ്റിയുള്ള ഭീമാകാരമായിട്ടുള്ള ചിത്രം, അതിനു ഭാവിയിൽ നേരിടേണ്ടി വരുന്ന തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിൽ ചിത്രമായിട്ട് വരുമ്പോഴാണ് ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നമുക്ക് ഒരു കടുകിട പോലും അനങ്ങാൻ പറ്റാതെ നമ്മളത് വേണ്ടെന്ന് വെക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു സമയത്തേക്ക് നീട്ടി വെക്കുകയോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ ഘടകങ്ങളൊക്കെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ആദ്യമേ തന്നെ പ്രകൃതിയിൽ നമുക്കുള്ള ഒരു ഡിസൈൻ എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്കുള്ളിലും നമ്മൾ എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ട് ഡിസൈനിങ് ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ സ്വയം കണ്ടെത്തേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രൂപകൽപ്പന പോസിറ്റീവായിട്ട് നമുക്ക് കൃത്യമായിട്ടും എങ്ങോട്ട് പോകണം, അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ രൂപകൽപ്പന നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ആ ജീവിതക്രമം അല്ലെങ്കിൽ ചിട്ട നമ്മൾ രൂപപ്പെടുത്തുന്നതിൽ വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞത്. അടുത്തതായിട്ട് നമ്മൾ ജീവിച്ച് പോകുന്ന, നമ്മൾ സ്ഥിരമായി ഇടപഴകുന്ന അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ എപ്പോഴും ജീവിക്കുന്നത് അവിടവുമായുള്ള ബന്ധം അല്ലെങ്കിൽ വിനിമയം അത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ വിനിമയത്തിൽ എവിടെയൊക്കെയാണ് നമ്മൾ ഇനിയും ശരിയാക്കാനുള്ളത്. ഇപ്പൊ ഏട്ടൻ പറഞ്ഞു തന്നതുപോലെ ആ പഞ്ചഗുരുത്വം എന്നുള്ളത് എവിടെയൊക്കെയാണ്, അതിൽ എല്ലാമായും നമ്മൾ ബന്ധിതമായി പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എവിടെയായിട്ടുള്ള ബന്ധമാണ് കുറഞ്ഞു പോകുന്നത്, അവിടെ ശരിയാക്കി അത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അത് ഫില്ല് ആവുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ ശരിയായി വരുന്നത് അനുഭവിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതുപോലെ അടുത്തത് നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള നമ്മളെ കുറിച്ചുള്ള ആ മനോചിത്രം, ഉപബോധ മനസ്സിലുണ്ടായിട്ടുള്ള ആ ഒരു ചിത്രം, അതിൽ എവിടെയൊക്കെയാണോ നമ്മൾ അല്ലാതെ ഇരിക്കുന്നത്, അതായത് നമ്മളിപ്പോ എന്താണോ അതിൽ കുറെ കൂട്ടിച്ചേർക്കലുകളും കുറെ കുറവുകളും നമ്മൾ തീർച്ചയായിട്ടും നടത്തിയിട്ടുണ്ടാവും. അപ്പൊ അതിൽ എന്തൊക്കെയാണോ നമുക്ക് ഒഴിവാക്കേണ്ടത്, എന്തൊക്കെയാണോ കൂട്ടിച്ചേർക്കേണ്ടത്, അതിനെ കുറിച്ചൊരു പുതിയ ചിത്രം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് എപ്പോഴും നാം തന്നെ വിനയാകുന്ന ഒരു ഘട്ടമാണ് ഈ വൈകാരിക സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ കഷ്ടതകൾ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പൊ ഇതിനെ നമുക്ക് ശരിയാംവിധം കൈകാര്യം ചെയ്ത് ചുറ്റുപാടുമായിട്ട് ചേർന്ന് പോകാനുള്ള ഒരു രീതി നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്ന ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് ഈ പറയുന്ന വാക്കുകളിലൂടെ വിശദീകരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ളതല്ലെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ ആ ഒരു പരിശീലനം കൂടി ഇതില് നമ്മുടെ ഈ ഒരു മാറ്റിവെക്കലിനെ അതിജീവിക്കാനായിട്ട് നമ്മളെ ഒരു ചൂടായിട്ട് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതിനുശേഷം പറയുന്നത് നമ്മുടെ ജീവിത സന്ദർഭങ്ങൾ എപ്പോഴും നമുക്ക് അനുകൂലമായിരിക്കണമെന്നില്ല. പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ വരുമ്പോഴും നമ്മൾ അതിനോട് ഒരു ശുഭകരമായിട്ടുള്ള സമീപനത്തോടു കൂടി കാണുകയും അതിനോട് ചേർന്ന് ഇടപെടുകയും ചെയ്യുക. അങ്ങനെ ഒരു ശുഭീകരിക്കുന്ന മാനസികാവസ്ഥ ഏത് ജീവിത സന്ദർഭത്തോടും അതിനെ ശുഭീകരിച്ചുകൊണ്ടുള്ള ഒരു സമീപനം ഉണ്ടാക്കിയെടുക്കുക, വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ചുവടായിട്ട് പറയുന്നത്. അപ്പൊ ഇത്ര പ്രാഥമികമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഇനി ഇതിൽ ഓരോ സ്റ്റെപ്സിലും നമ്മൾ വളർത്തിയെടുക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ചുള്ളതുണ്ട്. എങ്കിലും ഏട്ടൻ ഇന്ന് അത് ചുരുക്കി 5 കാര്യങ്ങളായിട്ട് ചുരുക്കി അവതരിപ്പിച്ചു. ഇതിന് നമുക്കൊരു കോഴ്സ് തന്നെയുണ്ട്. ആ കോഴ്സിന്റെ ഓരോ ദിവസങ്ങളിലും വരുന്ന പരിശീലന രീതിയാണ് ഇന്ന് ചെറുതായിട്ട് അവതരിപ്പിച്ചത്. അപ്പൊ ഇത് നമ്മൾ പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് ഇതിലെ ഓരോ കാര്യത്തിലും എത്ര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുക. അപ്പൊ എല്ലാവർക്കും ഇത് കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോയി നമ്മുടെ ആ നീട്ടിവെക്കലിനെ അതിജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവരും അത് ഇന്ന് തന്നെ അതിന്റെ ഓരോ ചുവടും ശരിയാണോ, ഞാൻ ഇത്രത്തോളം എത്തുന്നുണ്ടോ എന്നുള്ളത് സ്വയം പരിശോധിക്കുക. വളരെ നല്ല സെഷൻ ആയിരുന്നു.
സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇപ്പൊ എന്താണെങ്കിലും ഇന്ന് നാളെ മുതൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന പ്രൊക്രാസ്റ്റിനേഷന്റെ സെഷനുള്ള ഒരു ആമുഖം എന്നുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിച്ചത്. അപ്പൊ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതിലെ ഓരോ ടോപ്പിക്കും ഓരോ കോഴ്സാ. പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ള ആ വിഷയം ഇപ്പൊ കുറെ വർഷങ്ങൾ മുമ്പ് ഡിസൈൻ ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് അവതരിപ്പിക്കാം, പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ള പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് ആ 7 ദിവസം അവതരിപ്പിക്കുന്ന ഓരോന്നും അതിന് കൂടുതൽ ഡെപ്തിലേക്ക് പോകണമെങ്കിൽ ഓരോ കോഴ്സായിട്ട് ഡിസൈൻ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് പിന്നെ ഇമോഷണൽ ഇന്റലിജൻസ് വരെ ഡിസൈൻ ചെയ്ത് അത് ഓരോന്ന് എക്സ്പാൻഡ് ചെയ്ത് പോയിട്ടുള്ളത്. എന്താണെങ്കിലും ഒരു അനലിറ്റിക്കൽ വേയിൽ എന്താണ് ഒരു ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് ഗുണപ്പെടും, ശരിക്കും പാഠം മാറ്റാനുള്ള ഒരു ടൂളായിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, ഇന്നത്തെ സുഭാഷിതവും പിന്നെ നിരൂപണങ്ങളും ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി പിന്നീട്.